മുഖ്യമന്ത്രി പ്രഖ്യാപനമെന്ന വലിയ കടമ്പ കടന്നിരിക്കുകയാണ് UDF നേതൃത്വം. ഇനി UDFന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി മന്ത്രിസഭാ രൂപീകരണം എന്ന പ്രക്രിയ ഭംഗിയായി നടത്തുകയെന്നതാണ്. മുതിർന്ന നേതാവായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്തതിൽ കടുത്ത നിരാശയിലായിരുന്ന രമേശ് ചെന്നിത്തലയെ സുപ്രധാനമായ ആഭ്യന്തര വകുപ്പോ ധനവകുപ്പോ ഏൽപ്പിച്ച് പ്രശ്നം സോൾവ് ചെയ്യാനിരിക്കുകയാണ് ഹൈക്കമാൻഡ്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പരിഗണിക്കാത്തതിലുള്ള അതൃപ്തിയിൽ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്കില്ലെന്ന നിലപാടിലാണ്. KC വേണുഗോപാലും സണ്ണി ജോസഫും അടങ്ങുന്ന മുൻനിര നേതാക്കൾ പ്രധാന വകുപ്പ് നൽകി ചെന്നിത്തലയെ അനുനയിപ്പിച്ച് മന്ത്രിസഭയിലേക്ക് ക്ഷണിക്കാനുള്ള നീക്കത്തിലാണ്. തിങ്കളാഴ്ച മറ്റു മന്ത്രിമാർക്കൊപ്പമായിരിക്കും താൻ സത്യപ്രതിജ്ഞ ചെയ്യുക എന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 ദിവസങ്ങൾക്കുള്ളിൽ ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ നൽകണമെന്ന് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് UDFന് മുന്നിലെ അടുത്ത വെല്ലുവിളി. മുതിർന്ന നേതാക്കളുമായി സംസാരിച്ച് പാർട്ടിയായിരിക്കും മന്ത്രിസഭയിലെ അംഗങ്ങളെ തീരുമാനിക്കുകയെന്നാണ് VD സതീശൻ വ്യക്തമാക്കിയത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നിന്ന് തഴയപ്പെട്ട KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പാർട്ടിയിൽ തന്റെ പ്രിയപ്പെട്ടവർക്ക് വകുപ്പുകൾ ആവശ്യപ്പെടുന്നുണ്ട്. VD സതീശനുമായി ഒരു ഉപാധിയുമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രമേശ് ചെന്നിത്തല ആഭ്യന്തരത്തിലോ ധനവകുപ്പിലോ കുറഞ്ഞതൊന്നും സ്വീകരിക്കാൻ സാധ്യതയില്ല. അതിനോടൊപ്പം തന്റെ കൂടെ നിൽക്കുന്ന അൻവർ സാദിത്തിനും IC ബാലകൃഷ്ണനും സുപ്രധാന വകുപ്പുകളും ആവശ്യപ്പെടുന്നുണ്ട്. KC വേണുഗോപാലും നിലപാട് കടുപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ മന്ത്രിസഭാ രൂപീകരണം UDF എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കണ്ടറിയേണ്ടതാണ്. 21 അംഗങ്ങളുള്ള മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ആകെ 11 മന്ത്രിമാരും സ്പീക്കറുമായിരിക്കും ഉണ്ടാവുക. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ എന്നിവർക്കും മന്ത്രിസ്ഥാനം എന്തായാലും ഉറപ്പാണ്. N ശക്തൻ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, M ലിജു, ചാണ്ടി ഉമ്മൻ, VT ബൽറാം, AP അനിൽകുമാർ, T സിദ്ദിഖ്, K ജയന്ത് എന്നിവരുടെ പേരുകളും പരിഗണനയിലാണ്. മുഖ്യ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, PK ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ, KM ഷാജി, പാറയ്ക്കൽ അബ്ദുള്ള, AKM അഷ്റഫ്, മഞ്ഞളാംകുഴി അലി എന്നിവരുടെ പേരുകളാണ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. കേരള കോൺഗ്രസ് ജോസഫ് പക്ഷം 2 മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഒരു മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനവും നൽകാനാണ് സാധ്യത. മോൻസ് ജോസഫിനെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. RSPയിൽ നിന്ന് ഷിബു ബേബി ജോണും കേരള കോൺഗ്രസ് ജേക്കബിൽ നിന്ന് അനൂപ് ജേക്കബും CMPയിൽ നിന്ന് CP ജോണും മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയേക്കും.